സ്ക്രിപ്റ്റിന്റെ ഈ ക്യാരക്ടേഴ്സിന്റെ സ്കെച്ച് ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോ മജിസ്ട്രേറ്റ് ക്യാരക്ടർ പ്രോബബ്ലി മലയാളം ഫിലിം ഹിസ്റ്ററി തന്നെ ഏറ്റവും മെമ്മറബിൾ ജഡ്ജ് ആയിരിക്കും. അപ്പൊ ആ ക്യാരക്ടർ ബിൽഡിംഗ് ഈ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിൽ നടക്കും, അല്ല ഓൺ ദ സ്പോട്ട് ഇംപ്രൂവൈസേഷൻ? രണ്ട് തരത്തിലുമാണ്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണ മാഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എഴുതുമ്പം ഇ.കെ. നായനാർ ജഡ്ജായിരിക്കുന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് എഴുത്ത് മൊത്തം നടക്കുന്നത്. നിങ്ങളത് ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയെങ്കിലും ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും സമയം അയച്ചു തരാം. അത് വായിച്ചാൽ നിങ്ങൾ ഇ.കെ. നായരെ കാണാൻ പറ്റും. ഈ പടം കാണാതെ സ്ക്രിപ്റ്റ് വായിച്ച ഒരാൾ ആദ്യം എന്നോട് ഇപ്പോൾ വായിച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഇയാളെ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ, ഇയാൾ ഇപ്പം ജീവിച്ചിരിപ്പില്ലല്ലോ എന്നാണ്. ഇ.കെ. നായനാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുപോലെയാണ് ജഡ്ജിനെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇ.കെ. നായനാരെ പോലെ ഹാസ്യം പുറത്തു കൊണ്ടുവരാൻ പറ്റിയ ഒരു ആക്ടറെ കണ്ടെത്തണം. അതാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അത് എഴുത് അങ്ങനെ വെച്ചിരുന്നത്. അങ്ങനെയാണ് ഓഡീഷൻസ് നടക്കുന്നത്. ഓഡീഷൻസ് നടക്കുമ്പോൾ നമ്മൾ കുഞ്ഞികൃഷ്ണ മാഷെ കണ്ടു. കുഞ്ഞികൃഷ്ണ മാഷെ ആദ്യം ഫോട്ടോ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കൂടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ സംശയത്തിനകത്ത് പശുവിനെയാണോ ഓഡീഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണ മാഷാണ് ഓഡീഷൻ? അപ്പോൾ ഇത്ര ധൈര്യമുള്ള ഒരാളെ എന്തായാലും ഓഡീഷൻ ചെയ്യണം. പശുവിൻ്റെ കൂടെ ഒരു ഫോട്ടോ അയക്കുന്നുണ്ടെങ്കിൽ അയാളെ ഓഡീഷൻ ചെയ്യാൻ വിടാൻ പാടില്ല. അങ്ങനെയാണ് അയാളെ വിളിച്ചത്. അപ്പോൾ മനസ്സിലായത് അയാളൊരു നമ്മുടെ പാർട്ടി പ്രവർത്തകനാണ്, കൗൺസിലറാണ്, ജനപ്രിയനായ ഒരാളാണ്. അപ്പോൾ ആദ്യം അയാളെ കാസ്റ്റ് ചെയ്തത് ഒരു മന്ത്രിയുടെ MLA യുടെ റോളിലോട്ടായിരുന്നു കാസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് പോയി. പിന്നെ അവസാനമാവുന്നവരും നമുക്ക് ജഡ്ജിനെ കിട്ടിയില്ല. പിന്നെ ഒരു ഓഡീഷന് കൂടെ ഇയാളെ വിളിച്ച് കണ്ടപ്പോൾ ഇയാൾ ഓഡീഷൻ ചെയ്യുന്ന പോലെയല്ല ഇയാൾ റിയൽ ലൈഫിൽ സൈഡിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഓഡീഷനിൽ കുറച്ചുകൂടെ എന്താണ് പറയുക, ക്യാമറയൊക്കെ കാണുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മുടെ പുറത്ത് നിന്ന് നമ്മളോട് സംസാരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സിനിമയെ കാണുന്ന കുഞ്ഞികൃഷ്ണ മാഷ. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഇയാളോട് അഭിനയിക്കാൻ പറയേണ്ട, ഏകദേശം എങ്ങനെയെങ്കിലും ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഡയലോഗ് ഡെലിവറി മാത്രം ഒന്ന് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ട് അയാളെ ജഡ്ജാക്കുന്നത്. പിന്നെ ഒരു മോക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ മോക്ക് ഷൂട്ടിൽ അയാൾ ജഡ്ജായിട്ട് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ലോക്ക് ചെയ്യുന്നത്. ഇതിനകത്തുള്ള മിക്ക മാനറിസങ്ങളും എല്ലാം തന്നെ നമ്മുടെ ചോദ്യത്തിലൂടെ വരുവാണ്. ഇത് കുഞ്ഞികൃഷ്ണ മാഷിൻ്റെ മാനറിസങ്ങളാണ്. നമ്മൾ എഴുതിയിട്ടുണ്ട് ഒരു സാധനം, ഒരു 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 പ്രത്യേക ആളുടെ മനസ്സിൽ വെച്ചൊരു സാധനം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മൊത്തം മാനറിസങ്ങളും കുഞ്ഞികൃഷ്ണ മാഷിൻ്റെ മാനറിസങ്ങളായിട്ട് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് നമ്മൾ കാണണം ഇതിനെ. ഇനി അയാളുടെ മാനറിസങ്ങളിൽ എന്തൊക്കെ ഹ്യൂമർ ഉണ്ടാക്കാം, അങ്ങനെ റിവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിലൊരു സാധനമുണ്ട്, പിന്നെ നമുക്കൊരാളെ കിട്ടി അയാളുടെ അപ്പിയറൻസിൽ അയാളുടെ ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെ സാധനങ്ങളിലാണ് ക്വർക്കിനെസ് ഉള്ളത്, അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ളത്, ഏത് ലുക്കാണ് അയാളുടെ നന്നായിരിക്കും, അത് നമുക്ക് കാണാൻ മനസ്സിലാവുമല്ലോ. ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോലി തന്നെ ഇയാളെ ഇനിയിപ്പം സിനിമയിലേക്ക് എടുക്കുക എന്നുള്ള. അപ്പോൾ അയാളെ കാണും തോറും അയാളുടെ എന്തൊക്കെയാണ് പ്ലസ് പോയിന്റ്സ് എന്നുള്ളത് നോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലി. അപ്പോൾ അത് നടക്കും. അങ്ങനെയാണ് ആ ക്യാരക്ടർ ലാസ്റ്റായിട്ട് ബിൽഡായി വരുന്നത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ഷുക്കൂർ വക്കീലിന് എനിക്ക് രൂപമില്ല എഴുതുമ്പോൾ, ഒരു വക്കീൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇയാളെ ആരോ വിളിച്ചിട്ടാണ് ഓഡീഷനിൽ കൊണ്ടുവരുന്നത്. രൂപം കണ്ടപ്പോൾ നല്ല ഇറാനിയൻ ആക്ടർ. നമ്മൾ വിചാരിച്ച് അയാൾ സമ്മതിച്ചിട്ടില്ല ആദ്യം അഭിനയിക്കാൻ, എന്നെ കൊണ്ട് പറ്റില്ലെന്നാണ് പറഞ്ഞത്. പുള്ളി ശരിക്കും ലോയറാണ്, വക്കീലാണ്. പുള്ളിയാണ് അതിനകത്ത് മൊത്തം ലോ പോയിന്റുകളൊക്കെ ശരിയാക്കി തരുന്നത്. അപ്പോൾ റിഹേഴ്സൽ ഷൂട്ടിൻ്റെ സമയത്ത് ഇവരെ കൊണ്ട്, അതായത് നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരുത്തനെ പറ്റിയടിച്ചു, ഉദാഹരണത്തിന് ഒരുത്തനെ പറ്റിയടിച്ച് അവൻ കോടതിയിൽ വന്നു, ഇനി എന്തായിരിക്കും പറയുക ഇത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനാണ് ഈ വക്കീലന്മാരെ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയും നാളെ ഇയാൾ കോടതിയിൽ വന്നാൽ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇയാളൊരു പെറ്റീഷൻ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നേ ചെയ്യണം, എന്തായിരിക്കും പെറ്റീഷൻ എഴുതുക, അത് അവരെ എഴുതി തരും. അപ്പോൾ ഇതൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ഒരു എന്താ പറയുക 30% ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഞാൻ കറക്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇവർ കുറേ വക്കീലന്മാർ ഇവരൊക്കെ ഇരുന്നിട്ടാണ് മോക്ക് ഷൂട്ട് സമയത്ത് അവർ പറഞ്ഞ ഡയലോഗുകളാണ് നമ്മൾ ഡയലോഗുകളാക്കി മാറ്റിയിട്ടുള്ളത് സിനിമയിൽ. അപ്പോൾ മറ്റേ പറഞ്ഞിരുന്ന നമ്മുടെ ഷുക്കൂർ വക്കീലിൻ്റെ കാര്യം, അയാളൊന്നും ഒന്നും മൈൻഡിൽ തന്നെ ഇല്ലായിരുന്നു. അയാൾ എങ്ങനെ കണ്ടതിന് ശേഷമാണ് ഇയാളുടെ ഓരോ നോട്ടും ഇതിലൊക്കെ ഹ്യൂമർ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ കട്ടുപോകാം എന്ന് പോലും നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന അയാളെ കണ്ടു കഴിഞ്ഞിട്ടാണ്, അയാളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ പകുതി സ്ക്രിപ്റ്റിനകത്തും പകുതി കാസ്റ്റിനകത്തും ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഷൂട്ട് സമയത്ത് റിഹേഴ്സൽ ഈ പരിപാടികളിലൊക്കെ വരുന്ന പുതിയ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് വേറൊരു ഹ്യൂമറോ അല്ലെങ്കിൽ വേറൊരു റൈറ്റിംഗ് ഒക്കെ ആയി മാറും. ഇങ്ങനെ ഒരു പ്രാവൊക്കെ എഴുതിയതാ. പ്രാവ് എഴുതിയിട്ടുണ്ടായിരുന്നു, എല്ലാ പാട്ടുകളും എല്ലാം എഴുതിയിട്ടുണ്ട് അതിനകത്ത്. 1000 കണ്ണുമായി എഴുതും, 1000 കണ്ണുമായി എന്നുള്ള ലൈൻ ബാക്കിൽ നടക്കുമ്പോൾ എന്തൊക്കെ ആക്ഷൻസ് നടക്കും, അത്ര ഡീറ്റെയിൽ ഇതൊക്കെ നമ്മൾ ഷൂട്ടിൽ ഇംപ്രൂവൈസ് ചെയ്താൽ. പക്ഷെ നോട്ടും അതും ഇതും ഇപ്പോൾ ദേവദൂതർ എന്നുള്ള പാട്ട് നടക്കുമ്പോൾ ദേവദൂതറിൻ്റെ ലൈൻ മൊത്തം നമ്മൾ എഴുതിയെടുക്കണം. സ്ക്രിപ്റ്റിലാണ് ഞാൻ പറയുന്നത്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ദേവദൂതർ മൊത്തം എഴുതിയെടുക്കും. ആദ്യത്തെ 4 ലൈനിൽ ഇത്ര പോലെ കാര്യങ്ങൾ നടക്കുന്നു, രണ്ടാമത്തെ 4 ഇത്ര പോലെ കാര്യങ്ങൾ നടക്കുന്നു,
അങ്ങനെ പാട്ടിനെ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ ആ പടം ആയിരങ്കണ്ണുമായി ദേവദൂരം ഡിവൈഡ് എഴുതിയതാണ്, സോങ് ഡിവൈഡ് ചെയ്ത് എഴുതിയതാണ്. ഈ മോക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിന് അത്ര പരിചയമില്ലാത്ത ഒരു പരിപാടിയാണല്ലോ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? ഡിസഡ്വാൻറ്റേജ് ഞാൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല, അഡ്വാൻറ്റേജ് കുറേ ഉണ്ട്. ഇപ്പോൾ ഈ കോമഡി ഒക്കെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? കോമഡി ഒന്നും റിക്രിയേറ്റ് ചെയ്യുന്നില്ല നമ്മൾ. കോമഡി നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ എന്താ പറയുക, സ്ക്രിപ്റ്റിനെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലതാണോ ഹിറ്റാവോ നോക്കാനോ അതൊന്നുമല്ല ഈ പ്രോസസ്സ്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അനാവശ്യമായ ഷൂട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു സാധനം. മോക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 ദിവസം എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 15 ദിവസം കൊണ്ട് ഫോണിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ക്യാമറകളിലോ വേണം ഷൂട്ട് ചെയ്യാൻ. 10-15 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നീളമുണ്ട്, അല്ലേ? നമുക്കതൊരു 3 മണിക്കൂറാണോ 4 മണിക്കൂറാണോ അത് മനസ്സിലാക്കി അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 2 മണിക്കൂർ, നമുക്ക് എത്ര മണിക്കൂർ ആണ് പറയേണ്ടത് കഥ. അപ്പോൾ 2 മണിക്കൂർ പടമാണെങ്കിൽ ആ ഷൂട്ട് ചെയ്ത് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. നമുക്ക് 2 ദിവസത്തെ ഷൂട്ട് സേവ് ചെയ്യുമ്പം ഒരു മലയാള സിനിമയിൽ 2 ദിവസത്തെ ഷൂട്ട് സേവ് ചെയ്താൽ ഒരു ഏവറേജ് സിനിമയിൽ 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ലാഭമാണ്. അപ്പോൾ ഒരൊറ്റ മോക്ക് ഷൂട്ട് കൊണ്ട് ഇത്രയും ദിവസം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 2 ഞാൻ ഏകദേശം ഒരു 10-15 ദിവസത്തോളം സേവ് ചെയ്തിട്ടുണ്ടാവും മോക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് എല്ലാ സിനിമയിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ ചെയ്ത സിനിമയിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനകത്ത് ഒന്നൊരു തങ്കേശിയുടെ ഒരു കോർട്ടൂൺ ഡ്രാമയാണ്. കൺഫൈൻഡ് സ്പേസിലാണ് മോസ്റ്റ് ഓഫ് ദി സീൻസ് നടക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ കുറേ ഔട്ട്ഡോറാണ്. അപ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചാക്കോച്ചൻ്റെ കൂടെ നെക്സ്റ്റ് ചെയ്യുന്ന സിനിമയിൽ 3-4 ക്യാരക്ടറേ ഉള്ളൂ. അത് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വീണ്ടും മോക്ക് ഷൂട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് സിനിമയും ആ സമയത്ത് വർക്കായാലും നമുക്ക് സിനിമ നിർത്തുപോലും ചെയ്യാം. 15 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. അത് 20-30 കോടി നമുക്ക് തിയേറ്ററിൽ പോയി ചിലവാക്കേണ്ട ആവശ്യമില്ല. സ്ക്രിപ്റ്റിൻ്റെ ജഡ്ജ്മെൻറ്റിന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നത്. പ്രൊഡ്യൂസറിന് പോലും കണ്ടിട്ട് ആ സമയത്ത് തീരുമാനം എടുക്കാം, ഇതെനിക്ക് ഓക്കെ അല്ല എന്നാൽ 15 ലക്ഷം പോകുന്നുള്ളൂ. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ പ്രധാനമായും കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സുരാജ് വെഞ്ഞാറുമൂടിനെ ഭാസ്കരൻ്റെ കഥാപാത്രം ഏൽപ്പിക്കുന്നു. പിന്നെ എന്നാത്താൻ കേസ് കൂടുതൽ കുഞ്ചാക്കോ ബോബനെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ ആക്ടേഴ്സ് ഒക്കെ വളരെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. സുരാജ് സംഭവിച്ചത് ആദ്യം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അലൻസിയർ ആയിരുന്നു. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അലൻസിയറും സൗബിനുമായിരുന്നു, അച്ഛനും മകനും. അപ്പോൾ അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ചിലവർക്ക് മനസ്സിലാവും ഇത് അലൻസിയറാണല്ലോ, അലൻസിയറിൻ്റെ ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ അലൻസിയറിനെ മനസ്സിൽ കണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ വായിക്കുമ്പോൾ അലൻസിയർ സംസാരിക്കുന്ന പോലെ തോന്നും. അത് ആക്ടറിനെ മനസ്സിൽ കണ്ട് എഴുതുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടനെ മനസ്സിൽ കണ്ട് എഴുതിയാൽ പിന്നെ നമ്മൾ അങ്ങനെയല്ലേ എഴുതും. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലാലേട്ടൻ്റെ ഡയലോഗാണെന്ന്. അങ്ങനെ പക്ഷേ ആ സമയത്ത് പുള്ളിയെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പ്രൊഡ്യൂസറാണ് പറയുന്നത് സുരാജിനെ പോയി കണ്ടു. അപ്പോൾ സുരാജാണെങ്കിൽ എൻ്റെ പ്രായം ആ സമയത്ത് ഒരേ പ്രായക്കാരൻ, അവതരിപ്പിക്കേണ്ടത് അച്ഛൻ്റെ പ്രായവും. അപ്പോൾ എനിക്ക് അതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സുരാജിനോട് പോയി പറഞ്ഞപ്പോൾ സുരാജ് എക്സൈറ്റഡ് ആയി. അപ്പോൾ ഈ ആക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ അവർ എക്സൈറ്റഡ് ആവുന്നുണ്ടെങ്കിലാണ് മാത്രമാണ് നമുക്ക് അവരെ ചെയ്യാൻ പറ്റുക. സുരാജത്തിന് ഇങ്ങനെ പ്രൊഡ്യൂസറുടെ ഒരു സജഷനായിരുന്നു. സജഷൻ പ്രൊഡ്യൂസർ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. പോയി പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി അതിന് ഏത് ലുക്കിനും ഏതിനും തയ്യാറായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ വേറൊരാളെ നോക്കേണ്ട ആവശ്യമില്ല. കുഞ്ചാക്കോവിൻ്റെ കേസ് എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഒരു സിനിമയാണെന്നുള്ളത്. അപ്പോൾ എന്നാത്താൻ കേസ് ഇവിടെ നിന്നുള്ള കഥ പോയി പറഞ്ഞു കുഞ്ചാക്കോവിനോട്. കുഞ്ചാക്കോവിന് കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതിനുശേഷമാണ് കോവിഡ് വന്നതും സ്ക്രിപ്റ്റ് എഴുതുന്നതൊക്കെ. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടാണ് പുള്ളിയെടുത്ത് പോകുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ക്യാരക്ടറിൻ്റെ ഒരു രൂപം എങ്ങനെയായിരിക്കണം എന്നറിഞ്ഞല്ലോ. അപ്പോൾ ക്യാരക്ടർ ചാക്കോച്ചൻ, നമ്മൾ ടിപ്പിക്കലായി കാണുന്ന ചാക്കോച്ചൻ അല്ല അതിൽ രാജീവ് എന്ന് നമുക്ക് ഏകദേശം വായിച്ചു കഴിയുമ്പോൾ തന്നെ അതിൽ രാജേഷ് മാധവനെ പോലുള്ള ഒരു വ്യക്തിയൊക്കെയാണ് നമ്മൾ മൈൻഡിൽ കണ്ടിട്ട് എഴുതുന്നത്. അപ്പോൾ അത് ചാക്കോച്ചനോട് പോയി പറഞ്ഞു അതിൻ്റെ ലുക്ക് ഇങ്ങനെ മാറ്റണം. അപ്പോൾ ചാക്കോച്ചൻ അത് റെഡിയായിരുന്നു ഏത് തരത്തിലുള്ള പരിപാടികൾക്കും. ചാക്കോച്ചൻ്റെ ലുക്ക് മാറ്റണമായിരുന്നു. ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു സിനിമ കൺസീവ് ചെയ്യുന്നത് വിഷ്വലി ആണോ ആദ്യം മനസ്സിലേക്ക് വരുന്നത്, അതോ വിഷ്വലി മാത്രമല്ല, വിഷ്വലി കൂടെ വരും. എല്ലാ സീനുകളിലും അല്ല, ചില സീനുകളിൽ വിഷ്വൽസ് വരും, എഡിറ്റ് വരും. ആ രീതിയിൽ എഡിറ്റ് നിന്നാൽ മാത്രമേ ആ ഹ്യൂമർ നിൽക്കൂ എന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ട് ആ സീൻ അങ്ങനെ ഷൂട്ട് ചെയ്യൂ. അതായത് ഇപ്പം ഞാൻ പറയുന്നത് ഒരു വൈറ്റ് ഷോട്ടിൽ നിന്നും അയാളുടെ ഫേസിൻ്റെ ലോ ആംഗിൾ ക്ലോസപ്പ് ഷോട്ടിലോട്ട് പോയാലേ ആ ഹ്യൂമർ വർക്കാവൂ എന്നുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്യും. അത് ഷോട്ട്
വിഷ്വലി തന്നെയാണ് കൺസീവ് ചെയ്യുന്നത്. ചില പല ഹ്യൂമറുകളും വിഷ്വൽ ഹ്യൂമറുകളും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ കൺസീവ് ചെയ്യുന്നുണ്ട്. ചിലത് എഴുതിപ്പോവും, ആദ്യത്തെ ലെയറിലൊക്കെ ചിലപ്പോൾ എഴുതിപ്പോവും. അതിൻ്റെ ഒരു കറക്ഷൻ വരുമ്പോഴേക്കും, അടുത്ത ലെയർ എഴുത്ത് വരുമ്പോഴേക്കും കുറേ കൂടെ വിഷ്വൽ സൗണ്ട് എല്ലാം കൂടെ മൈൻഡിൽ കണ്ടിട്ടുള്ള ഒരു കറക്ഷൻ നടക്കും അതിനകത്തോട്ട്. അപ്പോൾ ഏകദേശം ലാസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ മ്യൂസിക് അടക്കം മാർക്ക് ചെയ്തിട്ടുണ്ടാവും എവിടെയൊക്കെ വരണമെന്ന്. അപ്പോൾ അങ്ങനെ അനുസരിച്ചിട്ടാണ് ഷൂട്ടും ചെയ്യുക. അവിടെ മ്യൂസിക് വരുന്ന സമയങ്ങളിൽ നമുക്ക് പോസ് ആവശ്യമുണ്ട്. അപ്പോൾ ട്രാക്ക് മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ സ്റ്റേ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുക. ഡയറക്ടർ ആവാൻ വേണ്ടി ആർട്ട് ഡയറക്ടർ ആയ ഒരാളാണല്ലോ. ഈ ആർട്ട് ഡയറക്ടർഷിപ്പ് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള സിനിമ സംഭവിക്കുന്നത് ഞാനൊരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് മാത്രമാണ്. അത് എനിക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ബോംബെയിൽ എൻ്റെ വർക്ക്ഷോപ്പിൽ ഞാനൊരു റോബോട്ടിനെ സ്വന്തം പൈസക്ക് നിർമ്മിച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചിട്ടാണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും, അത് വർക്ക് ചെയ്യും എന്ന് കാണിച്ചിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. ആ മോഡലല്ല സിനിമയ്ക്ക് ഉപയോഗിച്ചത്. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടാക്കാമെന്നും ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്നും ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമെന്നും മനസ്സിലാക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ടാണ് അതെനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇതിലിപ്പോൾ സുരേഷിൻ്റെ സുമലത എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പം 3 കാലഘട്ടങ്ങളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ 3 കാലഘട്ടത്തിലൂടെ കഥ പറഞ്ഞ് പോകാനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടുന്നത് പ്രൊഡക്ഷൻ ഡിസൈൻ എന്നുള്ളൊരു സാധനത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനറായി വരുന്ന ആൾക്കാർ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അത് പോസിബിൾ ആണ് എന്നറിയുന്നതുകൊണ്ടാണ്. അത് പോസിബിൾ ആണ് എന്നറിയുന്നത് ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇവരെ കുറേ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പം കുറേ മാസങ്ങളോളം ഇവരോട് ഡിസ്കഷൻ തന്നെ നടക്കും, ഇത് 3 കാലഘട്ടത്തിൽ പോസിബിൾ ആണോ എന്നുള്ളത്. പക്ഷേ ഇതെനിക്കൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് 3 കാലഘട്ടത്തിലാണ് ചെയ്യേണ്ടത് എന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അത് പോസിബിൾ ആണെന്ന്. കാരണം ആ ജോലി ഓൾറെഡി ഞാൻ ചെയ്തു കഴിഞ്ഞാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ബ്രീഫ് കൊടുത്താൽ മാത്രം മതി അത് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ആർട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ സിനിമകളിൽ. ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ് ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ്. സിനിമയിലെ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി. എല്ലായിടത്തും ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ് ഒരു വിധത്തിൽ. ഹോളിവുഡിന് എനിക്കറിയത്തില്ല, നമ്മൾ ബോളിവുഡിലൊക്കെ ഒരുവിധം ക്രൈസിസ് മാനേജ്മെൻറ്റ്. അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ വലിയ ക്രൈസിസാണ് മാനേജ് ചെയ്യുന്നത്, ഇവിടെ ചെറിയ ക്രൈസിസ് മാനേജ് ചെയ്യുന്നു. അവിടെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ കുറേ കൂടെ സപ്പോർട്ടുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ ചെറിയ ഇൻഫ്രാസ്ട്രക്ചറാണ്, അത്രേ ഉള്ളൂ. അതർവൈസ് എല്ലായിടത്തും ജുഗാഡ് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് എന്താണ് ഇന്നെന്താണെന്നുള്ള അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും ആർട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു 20 വയസ്സാകുമ്പോഴേക്കും ജസ്റ്റ് എൻ്റെ കോളേജ് ടൈം കഴിഞ്ഞ് വെറുതെ ലുങ്കി എടുത്ത് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ സീരിയലിലോട്ട് പോകുന്നത്.